ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും സ്തബ്ധരാക്കി നിർത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ വമ്പൻ പൂഴിക്കടകൾ. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പും തടയാൻ നോക്കിയ പ്രതിപക്ഷ സഖ്യത്തെ അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് മോദി സർക്കാർ ചരിത്രപ്രധാനമായിട്ടുള്ള എല്ലാ ബില്ലുകളും ഉടൻ പാസ്സാക്കാൻ പോകുന്നു എന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം എന്ന സൂപ്പർ മെജോറിറ്റി ഉറപ്പാക്കാൻ അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യൻ എറിഞ്ഞ തന്ത്രങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷ നിര ഒന്നാകെ നിലം പൊത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 രാജ്യസഭാ എംപിമാരെ കൊണ്ടുവന്ന് തുടങ്ങിയ ഈ നീക്കം ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ തകർത്തുകൊണ്ട് തൃണമൂലിന്റെ 20 ലോക്സഭാ എംപിമാരും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ അവശേഷിക്കുന്ന 7 ശിവസേന എംപിമാരും ഒന്നിച്ച് NDA പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതോടെ ഭരണകക്ഷിയുടെ അംഗബലം 341 കടന്ന് സൂപ്പർ മെജോറിറ്റിയിലേക്ക് കുതിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് നിർണായകമായിട്ടുള്ള മണ്ഡല പുനർനിർണയ ബില്ല് 3-2 ഭൂരിപക്ഷമില്ലാത്തതിനാൽ പാർലമെന്റിൽ പരാജയപ്പെട്ടത്. എന്നാൽ ആ ഒരു പരാജയത്തെ പ്രതിപക്ഷത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാക്കി മാറ്റാൻ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന് കഴിഞ്ഞു. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂളിലെ കൂറുമാറ്റ വിരുദ്ധ നിയമത്തെ കൃത്യമായി പഠിച്ച് 2 ഘട്ടങ്ങളിലായി 3-2 അംഗങ്ങളെ ഒന്നിച്ച് കൂറുമാറ്റുന്ന മഹാരാഷ്ട്ര മോഡൽ തന്ത്രമാണ് ബി.ജെ.പി ഇവിടെ പ്രയോഗിച്ചത്. സാങ്കേതികമായി ആർക്കും അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെ ഉള്ളിൽ നിന്ന് തന്നെ നിയമപരമായി വിഴുങ്ങുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു പൊളിച്ചെടുക്കലാണിത്. ഈ ഒരു മാസ് മൂവിലൂടെ രാജ്യം കാത്തിരുന്ന ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഇനി പാർലമെന്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 ഉയർത്തുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ തന്നെ പാസാക്കിയെടുക്കും. ഇതോടൊപ്പം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചെലവുകളിൽ കോടികൾ ലാഭിക്കാൻ വേണ്ടി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലും ഏകീകൃത സിവിൽ കോഡും ദേശീയ പൗരത്വ രജിസ്റ്ററും യാതൊരു തടസ്സവുമില്ലാതെ നിയമമായി മാറും. വികസനത്തിനും സുസ്ഥിര ഭരണത്തിനും വേണ്ടി നിലകൊള്ളുന്ന എംപിമാരെ കൂടെ കൂട്ടി രാജ്യത്തെ എക്കാലവും തളച്ചിടാൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ അനാവശ്യമായിട്ടുള്ള വീറ്റോ പവറാണ് ബി.ജെ.പി ഇവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അധികാരമോഹം മാത്രം മുൻനിർത്തി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളിലെ വിള്ളലുകൾ തന്നെയാണ് ബി.ജെ.പിയുടെ ഈ വിജയത്തിന് വഴി തുറന്നത്. കേവലം പേടികൊണ്ട് ഒന്നിച്ചുകൂടിയവർ ഇന്ന് അമിത്ഷായുടെ ഒറ്റ പൂഴിക്കടകൻ പ്രയോഗത്തിൽ പാർലമെന്റിൽ നാമാവശേഷമായിരിക്കുന്നു. ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായി അജയ്യമായ ഭൂരിപക്ഷത്തോടെ ഭാരതത്തെ പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ മോദി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്.